പ്രിയമുള്ളവരെ, സീറോ മലബാർ സഭ വിശ്വാസികളെ, നാം ഓരോ ദിവസവും പുലരുമ്പോൾ ക്രൈസ്തവരായ വിശ്വാസികൾ ഒന്നടങ്കം ആഗ്രഹിക്കുന്നത് സീറോ മലബാർ സഭയിലെ പ്രശ്നങ്ങൾ കെട്ടടങ്ങിയോ, ഇവിടുത്തെ വിമത വൈദികർ സഭയെ അനുസരിക്കാൻ തയ്യാറായോ, അതോ വീണ്ടും പഴയതുപോലെ അനുസരണക്കേട് ഒന്നിനൊന്ന് മെച്ചപ്പെടുത്തി തങ്ങളുടെ ശാപം വിശ്വാസികളുടെ മേലും പകർന്നു കൊടുക്കുകയാണോ എന്നിങ്ങനെയുള്ള ചിന്തകളോടെയാണ് ഓരോ ദിവസവും ഇപ്പോൾ ഓരോ ക്രൈസ്തവനും ഉണർന്നെഴുന്നേൽക്കുന്നത്. എന്താണ് ഇതിന് കാരണമെന്ന് ചോദിച്ചാൽ, കഴിഞ്ഞ 2017 മുതൽ സഭാവിരുദ്ധത കളം നിറഞ്ഞാടുകയും പല വൈദികരും സഭാവിരുദ്ധത പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുകയും തങ്ങൾക്കിഷ്ടമുള്ളതുപോലെ തന്നിഷ്ടക്കാരായി പ്രവർത്തിക്കുകയും ചെയ്തു. അതിൻ്റെ ഫലമായി സീറോ മലബാർ സഭയ്ക്കുണ്ടായിരുന്ന അന്തസ്സും അഭിമാനവും കളഞ്ഞു കുളിക്കപ്പെട്ടു. ഈ വൈദികരുടെ മേൽക്കോയ്മ ഇവർ ആയിരിക്കുന്ന പള്ളി ഇടവകയിലെ വിശ്വാസികളെയും ഇവരോട് ചേർന്ന് നിൽക്കുന്ന കുറച്ച് വീട്ടമ്മമാരെയും ഭയപ്പെടുത്തിയും സോപ്പിട്ടും ഇവരുടെ തന്നിഷ്ടക്കാരാക്കി മാറ്റുകയാണ് ഇവർ ആദ്യം ചെയ്തത്. ഇപ്രകാരം വിശ്വാസജനത്തെ തങ്ങളുടെ വരുതിയിലാക്കിയ വൈദികർ അവരെ എങ്ങനെ ദുരുപയോഗം ചെയ്യാമെന്ന് കൂലങ്കഷമായി ആലോചിച്ചതിൻ്റെ ഫലമായി ഉരുത്തിരിഞ്ഞ ഗൂഢാലോചനയുടെ ഫലമായിട്ടാണ് ഇപ്പോൾ എറണാകുളം അങ്കമാലി അതിരൂപത സംഘർഷ മേഖലയായതും അനുസരണക്കേടുള്ള പുരോഹിതർ ഇവിടെ വർദ്ധിച്ചതും സഭയെ അനുസരിക്കാതെ അതോടൊപ്പം ജഡികാസക്തിയും ലൗകികാസക്തിയും അധികാരമോഹവും നിറഞ്ഞ ഒരു കൂട്ടം മെത്രാന്മാരും ഇവരോടൊപ്പം ചേർന്നതും പിൽക്കാല കഥകളാണ്. പ്രിയമുള്ളവരെ, നാം ഒരു മെത്രാനെ കാണുമ്പോൾ നമ്മൾ ഏറ്റവും ഭയഭക്തി ബഹുമാനങ്ങളോടെ വണങ്ങി നമസ്കരിച്ചിരുന്ന, അവരെ സ്നേഹിച്ചിരുന്ന, അവരെ അനുസരിച്ചിരുന്ന, അവരുടെ ബോധ്യങ്ങൾ ഉൾക്കൊണ്ടിരുന്ന ഒരു കാലഘട്ടമുണ്ടായിരുന്നു. ഇപ്പോൾ ആ കാലഘട്ടമുണ്ടോ? ഒരു മെത്രാൻ എവിടെയാണ് നമ്മൾ വില കൊടുക്കുന്നത്? സ്വന്തം നാട്ടുരാജ്യത്തെ നാട്ടുരാജാക്കന്മാരെ വാണരുളുന്ന ഓരോ മെത്രാന്മാരും തൊപ്പിയും വടിയും അവരുടെ മോതിരവും അണിഞ്ഞ് മോതിരം മുത്തിക്കാനും അവർ ആയിരിക്കുന്ന സ്ഥലത്തെ ചടങ്ങുകളിലോ കുർബാനയിലോ പങ്കെടുക്കുമ്പോൾ അധികാരത്തോടെ തങ്ങളുടെ ആ അന്തസ്സ് കാണിക്കാനും മാത്രമായി മേലങ്കിയെ ഉപയോഗിക്കുന്നു. അവരുടെ വസ്ത്രത്തെ, തിരുവസ്ത്രത്തെ ദുരുപയോഗം ചെയ്യുന്നു. ക്രിസ്തുവിൻ്റെ ബലിയർപ്പിക്കേണ്ട പുരോഹിതരെ അനുസരണ പഠിപ്പിക്കേണ്ടതിന് പകരം ഒരു രക്തസാക്ഷി ആവേണ്ടി വന്നാലും വിശ്വാസത്തിന് കടുകിട വിട്ടുവീഴ്ച നൽകാതെ വിശ്വാസ തീഷ്ണതയാൽ ജ്വലിക്കേണ്ട മെത്രാന്മാർ ഇന്ന് പാപപങ്കിലമായ ജീവിതം നയിച്ച് സഭയ്ക്കും വൈദികർക്കും ആത്മായ വിശ്വാസികൾക്കും ഉതപ്പുണ്ടാക്കുന്ന രീതിയിൽ പ്രവർത്തിക്കുന്നു. അതിനൊന്നാമത്തെ ഉദാഹരണമാണ് ഇപ്പോഴത്തെ നമ്മുടെ മേജർ ആർച്ച് ബിഷപ്പുമാർ തട്ടിൽ പിതാവും അദ്ദേഹത്തിൻ്റെ എറണാകുളം മെട്രോപൊളിറ്റൻ വികാരിയായ മാർ ജോസഫ് പാംബ്ലാനിയും. രണ്ടുപേരും ചെണ്ടപ്പുറത്ത് കോൽ വയ്ക്കുന്നിടത്തൊക്കെ സ്വീകരണങ്ങൾ ഏറ്റുവാങ്ങിക്കൊണ്ട് നടക്കുകയും അധികാരവും അനുമോദനവും കിട്ടുന്നിടത്തൊക്കെ കുതിച്ചു ചെല്ലുകയും തങ്ങളുടെ ധാർഷ്ട്യം മറ്റുള്ളവരിൽ അടിച്ചേൽപ്പിക്കുകയും എറണാകുളത്തെ വിഡ്ഢികളായ പുരോഹിതരെ ഒരിക്കൽ കൂടി മണ്ടന്മാരാക്കുകയും ചെയ്തിരുന്നു. ഇവരുടെ ഉത്തരവാദിത്വം ഭംഗിയായി നിറവേറ്റിയാൽ സമാധാനം പുലരുന്ന സീറോ മലബാർ സഭ ഇന്ന് സംഘർഷവേദിയായി മാറിയിരിക്കുന്നത് ഈ രണ്ട് മെത്രാന്മാരുടെ ഉദാസീനതയും ഉത്തരവാദിത്വ ബോധമില്ലായ്മയാണെന്ന് നിസ്സംശയം പറയാം. ആദ്യകാലങ്ങളിൽ സിനഡ് പിതാക്കന്മാർ മൗനം പാലിച്ചെങ്കിലും പിന്നീട് സിനഡ് പിതാക്കന്മാർ ഉണർന്നെഴുന്നേൽക്കുന്ന കാഴ്ചയാണ് സീറോ മലബാർ ക്രൈസ്തവ ലോകം കണ്ടത്. അതിൻ്റെ ഫലമായി കുറേ സ്ഥലങ്ങളിൽ ഏകീകൃത കുർബാന അർപ്പിക്കപ്പെട്ടെങ്കിലും എറണാകുളം അങ്കമാലി അതിരൂപതയിൽ നാളിതേവരെ തീരുമാനമൊന്നും എടുക്കാനാവാതെ പേടിത്തൊണ്ടന്മാരാം ഉത്തരവാദിത്വ ബോധമില്ലാത്തവരുമായി തങ്ങൾ മാറിയിരിക്കുന്നുവെന്ന് മേജർ ആർച്ച് ബിഷപ്പും അദ്ദേഹത്തിൻ്റെ വികാരിയും തെളിയിച്ചിരിക്കുകയാണ്. പ്രിയ വിശ്വാസികളെ, നമ്മളുടെ പൂർവികർ പറഞ്ഞു തന്ന പാരമ്പര്യം, നമ്മളുടെ പൂർവികർ നമുക്ക് നൽകിയ ആ വിശ്വാസം, അത് കാത്തു സൂക്ഷിക്കേണ്ടത് നാം ഓരോരുത്തരുടെയും കടമയാണ്. അതിനായി നമുക്ക് എറണാകുളത്തേക്ക് പോകാം. എറണാകുളം അങ്കമാലി അതിരൂപത ആസ്ഥാന ദേവാലയത്തിന് മുമ്പിൽ ഒരു കൂട്ടം വിശ്വാസികൾ ഇരുന്ന് സമരം ചെയ്യുന്നു, പ്രതിഷേധിക്കുന്നു. എന്തിനു വേണ്ടിയെന്നോ?
അവർക്ക് അർഹതപ്പെട്ട സീറോ മലബാർ സഭയുടെ സിനഡ് മെത്രാന്മാർ പാസാക്കിയ, അവരുടെ മേജർ ആർച്ച് ബിഷപ്പ് അംഗീകരിച്ച, മാർപ്പാപ്പ പോലും അംഗീകരിച്ച ആ ഏകീകൃത വിശുദ്ധ കുർബാന തങ്ങൾക്ക് ലഭിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് സിനഡ് പിതാക്കന്മാർ തന്നെ ഒപ്പിട്ട സർക്കുലറുകളുമായി അവർ ദേവാലയത്തിന്റെ മുമ്പിലുള്ള ആരാധന ചാപ്പലിന് മുമ്പിൽ 20 ദിവസത്തോളമായി അവർ സമരപ്പന്തലിലാണ്, സമര പ്രതിഷേധത്തിലാണ്. മേജർ ആർച്ച് ബിഷപ്പോ അദ്ദേഹത്തിന്റെ വികാരിയോ കാണാൻ കൂട്ടാക്കുന്നില്ല. അവർ കണ്ടതായി ഭാവിക്കുന്നില്ല. അവർക്ക് ലൗകിക സുഖങ്ങളാണ്, ഭക്ഷണപ്രിയരാണ്, ലോകസുഖങ്ങളുടെ പുറകെയാണ് അവരുടെ ഓട്ടം. അവർ ജഡികാസക്തിയിൽ മുഴുകിയിരിക്കുന്നു. അവർക്ക് വിശ്വാസികളുടെ കണ്ണുനീർ കാണാനാവുന്നില്ല. അവർക്ക് വിശ്വാസികളുടെ രോദനം കേൾക്കാനാവുന്നില്ല. വിശ്വാസികളുടെ അവകാശത്തെ അവർ മറന്നു കളഞ്ഞിരിക്കുന്നു. പകരം പാഷണ്ഡതയിലേക്ക് കൂപ്പുകുത്തിയ വിമത വൈദികരോട് ചേർന്ന് തന്ത്രങ്ങൾ ആലോചിച്ച് എറണാകുളത്തെ പോലീസിനെയൊക്കെ വിലയ്ക്ക് വാങ്ങി രാഷ്ട്രീയ പ്രേരിതം ഉപയോഗിച്ച് തങ്ങൾക്കുള്ള കണ്ണൂർകാരന്റെ രാഷ്ട്രീയ ഉടായ്പ്, പൊളിറ്റിക്കൽ സെക്രട്ടറിയെയൊക്കെ വിലക്കെടുത്തുകൊണ്ട് പോലീസിനെ വിളിച്ചു പറയിപ്പിച്ചുകൊണ്ട് സമരത്തെ അടിച്ചമർത്താനും ഇവിടെയുള്ള വിശ്വാസികളുടെ മേൽ കുതിര കയറാനും നോക്കുന്നു മാർ പാമ്പ്ളാനി. ഇതിന് കനത്ത വില നൽകേണ്ടി വരും മിസ്റ്റർ പാമ്പ്ളാനി എന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട്, വിശ്വാസികളുടെ തീഷ്ണത നിങ്ങൾ ജ്വലിക്കുന്നത് കാണാൻ പോകുന്നതേയുള്ളൂ. ഇനിയും വിശ്വാസികൾ ഉണരും.